നമസ്കാരം. ആരാണ് അവരവർ ചെയ്യുന്ന ജോലി ഏറ്റവും മെച്ചമായി ചെയ്തു തീർക്കുവാൻ ആഗ്രഹമില്ലാത്തവർ? നമ്മുടെ ജോലികൾ ഏറ്റവും ഭംഗിയായി ചെയ്യണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കട്ടെ. ഒരിക്കൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞു, ചെറുതോ വലുതോ ആകട്ടെ, ചെയ്യേണ്ട ജോലികൾ കൃത്യമായി ചെയ്യണം. 100% ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി ചെയ്യണം. ആർക്കു വേണ്ടി ചെയ്താലും അവനവന് വേണ്ടി എന്ന മട്ടിൽ ചെയ്യണം. ഇങ്ങനെ ജോലി ചെയ്താൽ ജോലി ചെയ്യുമ്പോഴും ആനന്ദം, ജോലി ചെയ്തു കഴിഞ്ഞാലും ആനന്ദം. ചെയ്തതിന് ശേഷം പൂർത്തിയാക്കിയ ജോലി എങ്ങനെ ഇരിക്കുന്നുവെന്നും നോക്കണം. മോശമെന്ന് തോന്നിയാൽ വീണ്ടും പരിശ്രമിക്കുക. നമ്മുടെ ജോലികൾ ഏറ്റവും ഭംഗിയാക്കണമെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ പറ്റൂ എന്ന ചിന്താഗതിയോടുകൂടി ഒന്നും ചെയ്യാതിരിക്കുക. ആ ചിന്ത അധപതനത്തിലേക്ക് വഴിവെക്കും. ഞാൻ നന്നായി ചെയ്യും എന്ന ചിന്തയോടെ നമ്മുടെ ജോലികൾ, നമ്മുടെ പ്രവൃത്തികളിൽ ഏർപ്പെടുക. അപ്പോൾ ഓരോ പടി മുന്നോട്ട് പോകുമ്പോഴും ജോലി മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മനസ്സിലാണ് ജീവിക്കുന്നത്, മനസ്സുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് മനസ്സിനെ എന്നും എപ്പോഴും ശാന്തമാക്കി വൃത്തിയാക്കി സൂക്ഷിക്കുക എന്ന തീരുമാനമെടുക്കുക. ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുവാനും ആ ആത്മാർത്ഥത നമ്മിൽ സന്തോഷഭാവം ഉളവാക്കുവാനും സാധിക്കും. ഓരോ വിദ്യാർത്ഥിക്കും, അധ്യാപകനും, വക്കീലിനും, ഡോക്ടർക്കും, അമ്മയ്ക്കും, അച്ഛനും, മകനും, മകൾക്കും, ഭരണകർത്താവിനും എല്ലാം അവരവരുടേതായ ധർമ്മമുണ്ട്, കർമ്മമുണ്ട്. സത്യസന്ധമായും ആത്മാർത്ഥമായും അതനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകുമ്പോൾ തീർച്ചയായും നാം എന്ത് ജോലി ചെയ്താലും അത് ഭംഗിയായി തന്നെ ചെയ്തു തീർക്കുവാൻ സാധിക്കും. നമ്മുടെ കർമ്മം, നമ്മുടെ പ്രവൃത്തി അത് നല്ലതാകട്ടെ, മെച്ചമുള്ളതാകട്ടെ.